ആദ്യം അങ്ങോട്ട് വരുമ്പോ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല. ഒരു മുടിയില്ല. അവര് ചോദിച്ചു ഈ തലയിൽ ഒരു മുടിയെങ്കിലും എനിക്ക് വരുത്തി തരുമെന്നാണ് ചോദിച്ചത്. ഒരു മുടിയെങ്കിലും വരുത്തി തരുമോ എന്ന് ചോദിച്ച തലയാണ് ഈ കാണുന്നത്. ഇപ്പൊ പിന്നി വെക്കാൻ പറ്റും. അങ്ങനെ ഇവിടൊക്കെ ബാക്കിലൊക്കെ നല്ല പോയായിരുന്നു, മൊത്തം പോയായിരുന്നു. ഇവിടെ വരുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇത് അഞ്ചനക്കല്ല്, ഇത് പച്ചക്കർപ്പൂരം, പിന്നെ ഇത് ത്രിഫല. താടി, പുരികൻ, മീശ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളുടെ ഐഡന്റിറ്റിയാ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മരുന്ന് ഉണ്ടാക്കുന്നത് കാണാം. വരും. ഇതിപ്പോ നമ്മൾ മരുന്ന് ഒഴിച്ചു അത് ചേർത്തിട്ട്. ഇനി കഷായമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ആറാം തമ്പുരാൻ സിനിമ, നമ്മള് ആറാം തമ്പുരാൻ സിനിമ കണ്ടായിരുന്നല്ലോ. എന്തായാലും ഒരു സമാധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഡോക്ടറെ കണ്ട സമയത്ത് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒത്തിരി പ്രശ്നമുള്ള ഒരു സംഭവമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് നല്ല പരിഹാരം ഇവിടെ ഉള്ളത്. മാത്രമല്ല ഇപ്പം ഇവിടെ വരേണ്ടത് എങ്ങനെയാ? നമസ്കാരം. നമസ്കാരം. ഇത് പാലക്കാട് ജില്ലയിൽ വാവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃശ്ശൂർ മലപ്പുറം ബോർഡർ ഒക്കെ ആയിട്ട് വരും. അതെ, ബോർഡർ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ പൈൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുടി കൊയ്യുമല്ലോ, അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കാണാൻ. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണാം. ഡോക്ടർ നമസ്കാരം. ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞാല് ശരിക്കും പൈൽസുകാർ കുറെ പേരുണ്ട്, അതുപോലെ തന്നെ ഈ വട്ടത്തിൽ മുടി ഒഴിയുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ നല്ലൊരു സ്ഥലം നമ്മളിവരെ കണ്ടെത്തിയില്ല, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞാൻ പഠിച്ചിറങ്ങിയ കാലം മുതലേ സ്കിന്നും ഹെയറും റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, പിന്നെ ഈ പൈൽസിന് നമുക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. മരുന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ഇവിടെ തന്നെ ഉണ്ടാക്കും നമ്മള്. ശരിക്കും പൈൽസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു 80-90% ആൾക്കാർക്ക് ഉള്ളതാണ്. കാരണം തെറ്റായിട്ടുള്ള രീതിയിലുള്ള ആഹാരം കഴിപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലായ്മ, വൈകിട്ട് കട്ടിയുള്ള ആഹാരം കഴിച്ച്, അങ്ങനെയല്ലേ ഡോക്ടറെ ഈ സാധാരണ ശോധന കമ്മി ആദ്യമായിട്ട് കാണും. പിന്നെ ഇങ്ങനെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളാണ് അത്. എല്ലാവരും വയറിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇദ്ദേഹം എന്റെ ഒരു പേഷ്യന്റ് ആയിരുന്നു. അവര് പേര് ആഷിഖ്. സ്ഥലം ശരിക്കും കണ്ണൂർ ജില്ല തലശ്ശേരി. എത്ര വർഷമായി ഇത് വരാൻ തുടങ്ങിയിട്ട്? 4-5 വർഷമായി. 4-5 വർഷമായി. ഒരുവിധം പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കാൻ ആ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ സമീപിച്ചത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? കുഴപ്പമില്ല, ഉഷാറിന് ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആഹാരത്തിൽ ഇതിലെല്ലാം കുഴപ്പമില്ല, ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും ഒരു സമാധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഡോക്ടറെ കണ്ട സമയത്ത് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒത്തിരി പ്രശ്നമുള്ള ഒരു സംഭവമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് നല്ല പരിഹാരം ഇവിടെ ഉള്ളത്. ഡോക്ടറെ ഇത് നമ്മുടെ ഒരു പേഷ്യന്റ് ആണ്. ഇവർക്ക് വട്ടത്തിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ സൈഡിലൂടെ ഇവിടെ ആയിരുന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ മരുന്നിട്ടിട്ട് മുടിയൊക്കെ വന്നു, കണ്ടോ ഇത്രയും നീളം വന്നു. അത് കഴിഞ്ഞിട്ട് ആ വട്ടത്തിൽ പോയത് വീണ്ടും വന്നതാണ് അത്. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി? ഇത് 3 വർഷമൊക്കെ ആയി മുടി പോവല് തുടങ്ങിയിട്ട്. 3 വർഷമായി. ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് നല്ല മാറ്റമുണ്ട്. ചേച്ചി പറയാതെ തന്നെ അറിയാൻ പറ്റും, നല്ല വ്യത്യാസമുണ്ട്. ഡോക്ടർ ഇദ്ദേഹത്തിന് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ഇതുമാതിരി. പിന്നെ നമ്മൾ മെഡിസിൻ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇയാൾക്ക് മുടി വളർന്നു. അപ്പൊ അതാ കണ്ടോ മുടിയൊക്കെ വലുതായി. ഇനി നിറയെ മുടി വരുത്തി കൊടുക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു മുടി തിക്ക് കൂട്ടാനൊക്കെയാണ് അദ്ദേഹം വരുന്നത്. പേരെന്തായിരുന്നു? ഷുഹൈബ്. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം മുടി? എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം അങ്ങോട്ട് വരുമ്പോ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല. ഒരു മുടിയില്ല, ഒരു ശകലം പോലും മുടിയില്ല. ഇപ്പോഴേ കുഴപ്പമില്ല, നേരിട്ട് കാണാൻ ഇതുണ്ടോ? ഇപ്പൊ തന്നെ ഇയാൾക്ക് പിന്നെ ഇടാൻ പറ്റും, ആ രീതിയിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉമ്മയാണ് കൊണ്ടുവന്നേക്കണത്. ആദ്യം കൊണ്ടുവന്നത് ഉമ്മയുടെ ഉമ്മ. അപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കണ്ടായി, മുടി വളരെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയണ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു ഈ തലയിൽ ഒരു മുടിയെങ്കിലും എനിക്ക് വരുത്തി തരുമെന്നാണ് ചോദിച്ചത്. ഒരു മുടിയെങ്കിലും വരുത്തി തരുമോ എന്ന് ചോദിച്ച തലയാണ് ഈ കാണുന്നത്. ഇപ്പൊ പിന്നി വെക്കാൻ പറ്റും. പേരെന്തായിരുന്നു? സുഭാഷ്. സ്ഥലം വളാഞ്ചേരി. എന്തായിട്ടാ ഇവിടെ വന്നേ? ഞാന് വട്ടത്തിൽ മുടി കൊഴിച്ചില് ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ ഇവിടൊക്കെ ബാക്കിലൊക്കെ നല്ല പോയായിരുന്നു, മൊത്തം പോയായിരുന്നു. ഇവിടെ വരുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇത് കാണാനുണ്ട്, പറയാനൊന്നുമില്ല. എങ്ങനെ വന്നതാ ഇവിടെ? എങ്ങനെ വന്നതാ? ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ, ഞാൻ ഇതിന് മുന്നേ എനിക്ക് 4 വർഷം മുന്നേ തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഉപയോഗിച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ വരും, പിന്നെ അത് വളർത്ത് പോകും, അങ്ങനെയായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവിടേക്ക് വന്ന് വന്നപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് മാറ്റിത്തരാ എന്ന രീതിയിൽ സംസാരിച്ച് മാറ്റിത്തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ഇവിടെ വന്നപ്പോ ഒരു കോൺഫിഡൻസ് വന്ന് ഡോക്ടർ പറഞ്ഞിങ്ങനെ മാറ്റിത്തരാ, പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുത്തെ മരുന്നും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പറ്റും ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. അപ്പൊ ശരിക്കും ഇതെല്ലാം നേർക്കാഴ്ചകളാണ്, അവര് തന്നെ പറയുന്ന അഭിപ്രായങ്ങളായത്. ഇത്രയും കൂടി നല്ലോണം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഇതിങ്ങനെ മുടി പാച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഫില്ലായി വന്നതാ. പക്ഷെ എന്നാലും നമുക്ക് അവിടെ ആയിട്ടില്ല. എത്ര നാളായി ഇദ്ദേഹം വരാൻ തുടങ്ങിയിട്ട്? കുറച്ചായിട്ടുണ്ട്. ഈ സൈഡൊന്നും ഇല്ലല്ലോ. പക്ഷെ പാച്ച് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങനെ ഹെയർ ഉണ്ട്, നൈസായിട്ട് ഹെയർ ഉണ്ട്.
ഇവിടെ അടുത്തില്ലാത്ത കാരണേ വരാൻ പറ്റിയിരുന്നില്ല. ഇതിങ്ങനെ വരാൻ കാര്യം എന്താ? ഒരു സ്ട്രെസ് ഒരു കാരണമാണത്. ഞാൻ പറഞ്ഞില്ലേ കൗൺസിലിംഗ് നിർബന്ധമുണ്ട് ഇവർക്ക്. എന്നും വരണോ ഇല്ലയോ? വേണ്ട ആഴ്ചയിൽ ഒരിക്കല്. പിന്നെ മുടി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോ, പിന്നെ മന്ത്ലി വൺസ്, 3 മന്ത് കൂടുമ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും. അങ്ങനെയാണ് ഡോക്ടർ. ഇത് എനിക്ക് ഇന്ന് ഫസ്റ്റ് പേഷ്യന്റ് ആണ്, ആദ്യമായിട്ട് വരുന്ന പേഷ്യന്റ്. സ്ഥലം എനിക്ക് തോന്നുന്നത് നോർത്താണ്, ഹിന്ദിയാണ് ആള്. ഇതൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നതാ. അദ്ദേഹത്തിന് ഇതേപോലെ പോയിട്ടുണ്ട് മൊത്തം അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും. പാച്ച് ആയിട്ട് പോകുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയാ. ആൾക്കാരത് പുഴുക്കടി അങ്ങനെയാന്നൊക്കെ വിചാരിക്കും. ഇത് അങ്ങനെയല്ല. നമ്മുടെ തലയിലത്തെ രോമക്കുത്തുകളെ നമ്മുടെ ശരീരം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ നോർമലൈസ് ചെയ്യാൻ കൊടുക്കും. ഒരു 5 പ്രിൻസിപ്പിളിലാണ് ട്രീറ്റ്മെന്റ്. ഇന്റേണലി മെഡിസിൻ കൊടുക്കും, പിന്നെ എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ, എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ. ഇത് ആയുർവേദത്തിലുള്ള ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെ എന്ന് പറയുന്നത് ഇന്റേണലി നമ്മൾ ഈ ഫോളിക്കിൾസ് ഓപ്പൺ ചെയ്യാൻ അവർക്ക് ഈ രോമക്കുത്ത് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ പ്ലെയിൻ ആവും ഈ വട്ടത്തിൽ ആ പോയ ഭാഗത്ത്. അപ്പൊ അവിടെ രോമക്കുത്ത് തുറക്കാനുള്ള പ്രിൻസിപ്പിൾ ചെയ്യും. അതാണ് നമ്മൾ ഒരു തലപൊതിച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളിൽ ചെയ്യുന്നത്. അപ്പൊ അത് എന്താ നമ്മൾ ചെയ്യാച്ചാല് വീക്ക്ലി വൺസ് ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് തുറക്കാനുള്ള പ്രിൻസിപ്പിൾ ചെയ്യും. പിന്നെ ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പൊ അതിന് ഇവർക്ക് കൗൺസിലിംഗ് ഉണ്ടാവും. അതിന്റെ കൗൺസിലിംഗ് കൊടുക്കണം അതിന്റെ കൂടെ. പിന്നെ എന്താന്ന് പറയുന്ന ഫുഡ് റെഗുലേഷൻസ് പറയും. ഇവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടും, ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ ചില ഫുഡ് വളരെ കുറെ കഴിക്കുന്നുണ്ടാവും, ചിലത് അവർ കഴിക്കൂല. അപ്പൊ അതൊന്ന് റെഗുലേറ്റ് ചെയ്ത് അവരെ ഒന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് നമുക്ക് റീപ്ലേസ് ഏതൊക്കെ ദിവസമാണ് ഇവിടെ ഉള്ളത്? എനിക്ക് നേരത്തെ കൂട്ടിയിട്ട് വിളിച്ച് പറയണം വരുന്ന ആൾക്കാരെ, കാരണം ബുക്കിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ഇതിനകത്ത് നമ്പർ കൊടുക്കും. ആ നമ്പർ ഇതിനകത്ത് നമ്പർ തരുന്നുണ്ട്. ആ നമ്പർ വിളിച്ചിട്ട് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി.